നമുക്ക് ഹെൽത്തും വെൽത്തും ഒക്കെ കിട്ടണമെങ്കിലേ നന്ദിയും കടപ്പാടും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എപ്പോഴും ദൈവത്തിനെ സ്തുതിക്കണം. അപ്പൊ ഇത് നമുക്ക് ഈ കാര്യം നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ഓർക്കണം. എപ്പോഴും നമ്മൾ ഹെൽത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഹെൽത്ത് കിട്ടുക. അപ്പൊ അത് കറക്റ്റ് തെറ്റിച്ചു കഴിഞ്ഞാല് നമുക്കത് ഓർക്കണം, നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അത് തിരുത്താനുള്ള ഇത് ആരടുത്തെങ്കിലും ഒരു മെന്റർഷിപ്പിൽ നിങ്ങൾ സംസാരിക്കണം. ആരെങ്കിലും നിങ്ങളുടെ മുകളിൽ ഉണ്ടാവും. അപ്പൊ അതിനാണ് ഒരു വെൽനസ് കോച്ചിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ വെൽനസ് കോച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് എന്താണ് എവിടെ തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ അത് തിരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെ നിങ്ങൾ ഡെയിലി ബേസിസിൽ നിങ്ങളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ. ഒന്നറിയണം, ഹെൽത്ത് ഇസ് വെൽത്ത്. നിങ്ങളുടെ വെൽത്ത് എല്ലാത്തിലും വെൽത്തിന്റെ ഒരു ഭാഗമാണ് ഹെൽത്ത്. അപ്പൊ ഈ ഹെൽത്തെ മെയിൻറ്റെയിൻ ചെയ്ത് പോണെങ്കിൽ ദിനശരി നമ്മൾ എന്തെല്ലാം ചെയ്യണമോ അത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, ഹെൽത്തി ആയിട്ട് ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നൊന്നും കരുതണ്ട. സോ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട, ഇവിടെ പോയാൽ ഇവിടെന്നെങ്കിലും അവിടെ എനിക്ക് വില കുറവിന് കിട്ടുന്നുണ്ട്, ഇവിടെ വില കുറവ്, ഇങ്ങനെയൊക്കെ കുറെ ആലോചിച്ച് കൂട്ടുന്ന ആൾക്കാർ ഒരിക്കലും അവരെ ഹെൽത്ത് അവർ നേടിയെടുക്കാൻ പറ്റില്ല. സോ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിന് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കടപ്പെട്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു റിയൽ ഹെൽത്ത്, നിങ്ങൾ വന്നിട്ട് പാവറ്റി പാലുവായ റോഡിലുള്ള ഒരു ന്യൂട്രീഷൻ സെന്റർ ഉണ്ട് പാലുവായ റോഡിൽ. അവിടെ വെൽനസ് കോച്ചസ് ശശിധരനും ഇനിയുണ്ട്. അവിടെ നിങ്ങൾ ബന്ധപ്പെട്ട് അവർ എക്സാക്ട് ആയിട്ട് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതേ പ്രകാരം തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അവിടെ യോഗ ഉണ്ട്, നിങ്ങൾക്ക് എയറോബിക്സ് എക്സസൈസ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ ഫുഡ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ദിവസേന എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വേകൾ അത് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള കാലം ആരോഗ്യത്തോടെ ഇരിക്കാം. താങ്ക് യു സോ മച്ച്.